الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനമാണ് ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തൊട്ടു മുകളിലായി 1-2 വചനങ്ങളിലായി അല്ലാഹു പറയുന്നതും പ്രസ്താവിക്കുന്നതും നിങ്ങൾ അഹ്ലുൽ കിതാബിന്റെ ആളുകളെ, ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി, ബന്ധുമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന, അതുപോലെ തന്നെ അവിശ്വാസം സ്വീകരിച്ച അഹ്ലുൽ കിതാബിന്റെ ആളുകളായിട്ടുള്ള ഈ വിഭാഗത്തെയും അതുപോലെ തന്നെ അവരോട് എപ്പോഴും കൂറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന കപട വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയും നിലപാടിനെ എതിർത്തുകൊണ്ട് അള്ളാഹു ഇതിന്റെ തൊട്ടു മുമ്പ് ചില ഈ ആയത്തുകളിൽ അള്ളാഹു ആ വലിയകളായി നിങ്ങളുടെ ഉറ്റമിത്രങ്ങളായി അവർ സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ തൊട്ടുശേഷം നിങ്ങൾ ആരെയാണ് വലിയായി സ്വീകരിക്കേണ്ടത്, ആരെയാണ് നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു. ആ വചനമാണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. തീർച്ചയായും നിങ്ങളുടെ വലിയ, നിങ്ങളുടെ ഉറ്റമിത്രം എന്ന് പറയുന്നത് അള്ളാഹു ആണ്, അവന്റെ റസൂലാണ്. വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളാണ്. ആ വിശ്വാസികളുടെ ഗുണവിശേഷണം എന്താണ്? അല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തുന്ന വിശ്വാസികളാണ് അവർ. വയുഅ്തൂന സക്കാ, സകാത്ത് നിർവഹിക്കുന്നവരാണ്. വഹും റാക്കിഊൻ, അല്ലാഹുവിന്റെ മുമ്പിൽ അവർ സാഷ്ടാംഗം നമിക്കുന്നവരാണ്, റുക്കൂഅ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ ഗുണം പറയുന്നത്. അപ്പൊ ആ വിശ്വാസികളും അള്ളാഹുവും അവന്റെ റസൂലൊക്കെയാണ് നിങ്ങളുടെ വലിയ, നിങ്ങളുടെ ഉറ്റമിത്രം, അല്ലെങ്കിൽ നിങ്ങൾ അവരെയാണ് ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളെ പറ്റി പല ആളുകളും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഔലിയാക്കളോട് സ്നേഹമില്ലാത്തൊരു വിഭാഗം കേരളക്കരയിലുണ്ട് എന്ന അർത്ഥത്തിലാണ്? എന്താണ് നമ്മൾ എതിർക്കുന്ന വലിയമാരുടെ പ്രത്യേകത? ഇസ്ലാം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വലിയ ഔലിയാക്കളുടെ ഒരു ഗുണവുമില്ലാത്ത, അത്തരം യാതൊരു സവിശേഷതകളുമില്ലാത്ത ആളുകളെ എങ്ങനെയാണ് വലിയായി സ്വീകരിക്കുക? ഇനി വേണ്ട, ഔലിയാക്കൾ എന്ന് കരുതി, അല്ലെങ്കിൽ അവർ ഈ ഔലിയാക്കളായി ചിത്രീകരിക്കപ്പെടുന്ന ആളുകൾ സമൂഹത്തിലെമ്പാടുമുണ്ട്, ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. നമുക്കറിയാം, അവരുടെ ജീവിത ശൈലികളും നിലപാടുകളും ചുറ്റുപാടുകളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ള ആളുകളാണോ ഇവിടെ മറമാടപ്പെട്ട് കിടക്കുന്നവരും അല്ലാത്തവരുമായി ഔലിയ എന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയപ്പെട്ട ഗുണങ്ങൾ ഉള്ളവരാണോ? ചില ആളുകൾ പറയുന്നത് അവരുടെ ജസദ്, അവരുടെ ശരീരം ഇവിടെയാണെങ്കിലും ആത്മാവ് അവിടെയാണ്, മക്കത്താണ്, മദീനത്താണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. ഏത് ഔലിയായിനെ പറ്റിയാണ് അല്ലാഹു തആല, നമുക്കറിയാം, നമ്മൾ സ്വഹാബാക്കിറാമിന്റെ ജീവിത ശൈലി പരിശോധിക്കുമ്പോ വലിയമാർ ഔലിയാക്കന്മാരുടെ ഒരു ചിത്രം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്വഹാബിയെ പറ്റി ശരീരം എവിടെയും ആത്മാവ് എവിടെയും എന്ന രൂപത്തിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റൂല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആ സമൂഹത്തോടൊപ്പം ജീവിച്ച അവരുടെ മുമ്പിൽ യഥാർത്ഥ സ്വാലിഹീങ്ങളായി നിസ്കാരം നിലനിർത്തുന്നവരായി സക്കാത്ത് കൊടുക്കുന്നവരായി ആ നിലക്ക് സൂക്ഷ്മത കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന പച്ചയായി നമുക്ക് കാണാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഇതാണ് ഔലിയാവിന്റെ പ്രത്യേകത. നേരെ മറിച്ച് നമ്മൾ എന്തുകൊണ്ട് അത്തരം ഈ രൂപത്തിൽ കെട്ടിച്ചമക്കപ്പെട്ട ഔലിയാക്കളെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, അവരിൽ ഈ ഗുണങ്ങളൊന്നും കാണുന്നില്ല. മറ്റൊന്ന്, ഈ ഔലിയാക്കൾ ഇനി ഔലിയാക്കളാണെങ്കിൽ പോലും എന്തിനാണ് അവരുടെ പേരിൽ ഇതുപോലെ ജാറങ്ങള് അല്ലെങ്കിൽ അവരോട് ഇടത്തേട്ടങ്ങൾ? ഇത് എന്തുകൊണ്ടുണ്ടായി? ഇത് ആര് പഠിപ്പിച്ചു? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും വലിയായി ഖുർആൻ പരിചയപ്പെടുത്തിയ മറിയം അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ കഫാലത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന മറിയം ബീവിയുടെ അരികിൽ മിഹ്റാബിൽ ചെല്ലുമ്പോഴൊക്കെ അവിടെ ഒന്നും കാണാത്ത വിഭവങ്ങൾ കാണുന്നു. സക്കരിയ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അന്നാലക്കി ഹാദാ, എവിടുന്നാണ് മറിയമേ നിനക്ക് ഇത്രമാത്രം ഭക്ഷണങ്ങള് എവിടുന്ന് കിട്ടി? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അള്ളാഹുവിന്റെ അരികിൽ നിന്ന് കിട്ടിയതാണ്. വലിയൊരു കറാമത്തായിട്ടാണ് അള്ളാഹു മറിയം ബീവിയുടെ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വല്ലാത്ത കറാമത്ത്. അത് കണ്ട മാത്രയിൽ കാലങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അവിടെ വെച്ച് കാണുകയാണ്. അള്ളാഹു നൽകിയ കറാമത്ത്, ആർക്ക്? മറിയം ബീവിക്ക് നൽകിയ കറാമത്ത് നേരിൽ കാണുമ്പോ സക്കരിയ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യണം? ഇപ്പത്തെ ഈ ആളുകൾ പറയുന്ന രൂപത്തിലാണ് എങ്കിൽ സക്കരിയ നബി ആ കറാമത്തിന്റെ മഹദി അല്ലെങ്കിൽ കറാമത്ത് ലഭിച്ച മഹദിയോട് പറയണ്ടേ? ഒന്നുകിൽ ഇങ്ങനെ പറയണം, മറിയമേ, ഈ നിനക്ക് അള്ളാന്റെ അരികിൽ വലിയ സ്ഥാനമുണ്ടല്ലോ, അതുകൊണ്ട് അള്ളഹാനോട് ഒന്ന് എന്റെ കാര്യം നീ പറയും എന്ന് മുമ്പിലുള്ള മറിയം ബീവിയോട് ചോദിക്കാമായിരുന്നു, പറയാമായിരുന്നു. അതിൽ തെറ്റുണ്ടോ? മറിയമേ, നീ ഒന്ന് അള്ളഹാനോട് പറയും എന്റെ വിഷയം. അതുപോലും ചെയ്തില്ല സക്കരിയ നബി. അല്ലെങ്കിൽ മറിയമേ, നിന്റെ ഹക്ക് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ജാഹ് കൊണ്ടോ നിന്റെ മഹത്വം കൊണ്ടോ അള്ളാഹുവിനോ പിന്നെ ഒന്ന് തേടി നോക്കുന്നു മറിയമ്പിനോടും പറഞ്ഞില്ല. സക്കരിയ നബി അവിടെ വെച്ചിട്ട് ഈ മറിയം ബീവി എന്ന് പറയുന്ന അള്ളാഹുവെ നീ ആദരിച്ച ഈ മഹദിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ, ഞാൻ കുറെ കാലമായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കാണ് കൊണ്ടാ എന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ഇത് കണ്ടപ്പോ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും സകല അത്ഭുതങ്ങളുടെയും സ്രഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക ചെയ്യുന്നത്. ഹുനാലിക, ഖുർആൻ പറഞ്ഞ എത്ര സുന്ദരമായിട്ടാ. ഹുനാലിക, അവിടെ വെച്ച് ദഅ സക്കരിയ റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് സക്കരിയ നബി തേടി എന്നാണ്. ഇതാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ഔലിയാക്കളുടെയും അതുപോലെ തന്നെ കറാമത്തിന്റെയും ഒക്കെ കഥകളും ചിത്രങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഈ നിലക്ക് ഈ കറാമത്തിനെയും അല്ലെങ്കിൽ ഔലിയ എന്ന ഈ കാഴ്ചപ്പാടിനെയും ഒക്കെ ഈ നിലക്ക് ചിത്രീകരിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം റാസി പറഞ്ഞതുപോലെ, ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്താണത്? വലി എന്ന പദത്തിന് രക്ഷാധികാരി എന്ന അർത്ഥമുണ്ട്. ശരിയാണ്. പിന്നെ രക്ഷാധികാരി, സഹായി, ഈ അർത്ഥത്തിലൊക്കെ തന്നെ ബന്ധു, മിത്രം, ഈ രൂപത്തിലുള്ള അർത്ഥങ്ങളൊക്കെ വലിയനുണ്ട്. അപ്പൊ ഇവിടെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു എന്നിടത്ത് നിങ്ങളുടെ വലിയ രക്ഷാധികാരി അള്ളാഹു ആണ്, റസൂലും രക്ഷാധികാരിയാണ്, വിശ്വാസികളും രക്ഷാധികാരിയാണ്. ഇങ്ങനെ ഇവിടെ അർത്ഥം പറയാൻ പറ്റൂല എന്നാണ്. അങ്ങനെ അർത്ഥം അതിന് ഭാഷാപരമായി ഉണ്ടെങ്കിലും ഇവിടെ അതല്ല ആശയം. അള്ളാഹു സാക്ഷാൽ വലിയാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷെ റസൂലും വിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോൾ നുസ്രത്തിന്റെ ഭാഗമാണ്, സഹായിക്കുന്ന വിഷയത്തിൽ പരസ്പര സഹായങ്ങളുടെ പേരിൽ എന്ന അർത്ഥത്തിലും ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചത്. അല്ലാതെ രക്ഷാധികാരിയാണ് എന്ന അർത്ഥം വെക്കുമ്പോൾ സ്വാഭാവികമായും അള്ളിം റസൂലും അതുപോലെ ഈ വിശ്വാസികളൊക്കെ വലിയാണല്ലോ അല്ലെങ്കിൽ രക്ഷാധികാരികളാണോ? എത്രത്തോളം അദ്ദേഹം റാസി പറയുന്നുണ്ട്, ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഷിയാക്കൾ ചെയ്തതുപോലെ, ഷിയാക്കൾ പിന്നെ മതത്തിൽ പലതും കടത്തിക്കൂട്ടിയതുപോലെ അവിടെ ജാറ സങ്കല്പങ്ങൾക്കും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇടത്തേട്ടങ്ങൾക്കും മറ്റുമൊക്കെ ഇതിനെ തെളിവാക്കിക്കൊണ്ട് അവർ ഈ ആയത്ത് ഉദ്ധരിക്കാറുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. അതായത് ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലു, അള്ളയും റസൂലും വിശ്വാസികളും ഒക്കെ ആരാണ്? രക്ഷാധികാരികളാണ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ നിയന്ത്രിക്കുന്നവരാണ്.
ആ രൂപത്തിൽ പോലും അതിനെ വ്യാഖ്യാനിക്കുന്നു സമൂഹം. പലതും നിയന്ത്രിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരോട് ഇടത്തേട്ടവും മറ്റുമൊക്കെയായി സമൂഹം അവരുടെ പിന്നാലെ പോവാ. അത് ഉണ്ടാവരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സാക്ഷാൽ രക്ഷാധികാരി അള്ളാഹു തന്നെ, നിയന്ത്രണാധികാരമുള്ള അള്ളാഹു അതങ്ങനെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവും അവന്റെ റസൂലും വിശ്വാസികളും എന്നൊക്കെ പറയുന്നത് ഇവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇവരെയാണ്. കാരണം തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ നിങ്ങൾ മറ്റുള്ള അവിശ്വാസികളെയും ജൂത ക്രൈസ്തവരെയും നിങ്ങൾ പിന്നെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് ഇവരെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ആയത്ത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ എതിർക്കുന്നത് ഈ രൂപത്തിലുള്ള ഔലിയ സങ്കല്പങ്ങളെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാറ കച്ചവടങ്ങളെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം ഉൾക്കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളും കുടുംബവും മറ്റും അവരൊക്കെ ഈ സത്യം ഉൾക്കൊള്ളണേ എന്ന ഒരു ചിന്തയും പ്രാർത്ഥനയും ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.